PTCM ഗവൺമെൻറ് ITI പള്ളിക്കത്തോട്. അപ്പം ഇൻട്രോ ഒന്നും പ്രത്യേകിച്ചില്ല. ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് ITI പള്ളിക്കത്തോട്, അതായത് ഞാൻ പഠിച്ച എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ITIയിലാണ്, പള്ളിക്കത്തോടാണ്. അപ്പം നേരെ വീട്ടിലോട്ട് പോകാം. PT ചാക്കോ മെമ്മോറിയൽ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. പള്ളിക്കത്തോട് ITI പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാം. ഞാൻ എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാരെയും ഞാൻ ഓർക്കുന്നു. ITI പഠിച്ചിറങ്ങുന്നവരെല്ലാം തന്നെ സ്വന്തമായിട്ടൊരു തൊഴിലധിഷ്ഠിത കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുന്നത്. അന്നും ഈ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ക്യാൻറ്റീൻ അതുപോലെ തന്നെ ഉണ്ട്. ഈ കാണുന്നതാണ് ഹോസ്റ്റല്. ഈ ഒരു ഹോസ്റ്റലിൽ ഞാൻ നിന്ന് പഠിച്ചിട്ടില്ല. ഇവിടുന്ന് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളിക്കത്തോട് ITI ഏകദേശം ഒരു രൂപം കിട്ടും. ഞാനിവിടെ പഠിച്ചിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് MMV എന്ന് പറയുന്ന ഒരു ട്രേഡാണ്. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ട്രേഡാണ് പഠിച്ചിരുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ ആയിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് ഞാൻ തേടി വന്ന പള്ളിക്കത്തോട് ITI. ITIയുടെ ഫ്രണ്ട് സൈഡാണ്. നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി വരാം. നമുക്ക് നേരെ മേളിലോട്ടൊന്ന് കയറാം. ആ കാണുന്ന ബിൽഡിങ് പുതിയതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബിൽഡിങ് അവിടെ ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ താഴെന്ന് പറഞ്ഞ ഗ്രൗണ്ട്. സ്പോർട്സിൻ്റെയൊക്കെ സമയമാകുമ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി അടിപൊളി പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്, മെയിൻ സ്ഥലമാണ് ഇതൊക്കെ. അന്നത്തെ സമയത്തൊക്കെ സ്പോർട്സ് ആർട്സ് എന്നൊക്കെ പറയുന്ന ഒരു ഉത്സവമായിരുന്നു. ഈ ബിൽഡിംഗ് അന്നില്ല. ഇത് പുതിയ ട്രേഡിന് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന ബിൽഡിംഗ് ആണ്. ഈ ലോറിയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഒരു ബസ് ഉണ്ടായിരുന്നു, ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വണ്ടികൾ ഉണ്ടായിരുന്നു. ആ വണ്ടികളൊക്കെ താഴെ ഒരു സൈഡിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ബസ്. ഈ ബസ്സിലായിരുന്നു ഞങ്ങളുടെ ബാച്ചിലൊക്കെ ഉള്ളവർ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഈ ബസ്സൊക്കെ ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. അതുപോലെ തന്നെ ഒരു ജീപ്പുണ്ട്. അതായത് പുതിയ പുതിയ വണ്ടികൾ വരുമ്പോൾ പഴയ ഓൾഡ് വണ്ടികളൊക്കെ ഒരു സൈഡിലോട്ടാക്കും. അങ്ങനെ നമ്മൾ വീണ്ടും PTCM ഗവൺമെൻറ് ITIയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. കളർ ചേഞ്ച് പോലും എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ് അതേ ഒരു ഷേപ്പും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് മേളിലാണ്. തിയറി ക്ലാസ്സുകൾ എടുക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു 3ാമത്തെ ക്ലാസ് റൂമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതാണ് ആ ക്ലാസ് റൂം. ഇതിപ്പം MME പഠിപ്പിക്കുന്ന ക്ലാസ് റൂം ആണോന്ന് അറിയത്തില്ല. മറ്റേതെങ്കിലും ട്രേഡ് പഠിപ്പിക്കുന്ന ക്ലാസ് റൂം ആയിരിക്കും. ഞാനൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആളാണ് കേട്ടോ. ഈ ബിൽഡിങ്ങൊക്കെ അന്നുള്ളതാണ്. ഈ താഴെ കാണുന്നത് ഇത്രയും. ഇതുവഴിയെല്ലാം കയറി ഇറങ്ങി ഓടി നടന്നിട്ടുള്ള എത്രയോ പ്രാവശ്യം. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ 2ാം നില ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. എന്താണേലും ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരുന്നത് ഇതുവഴിയായിരുന്നു. ഈ ഒരു എൻട്രിയാണ് മെയിനായിട്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ പോകണോ? ജസ്റ്റ് ഒന്ന് പോയാൽ പോകണ്ട, തിരിച്ചു പോരാം. അതായിരിക്കും നല്ലത്. നമുക്ക് നേരെ വെളിയിലോട്ട് ഇറങ്ങാം. ഇതിനായിരിക്കും നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. പഴയ ഓർമ്മകളൊക്കെ മനസ്സിലിങ്ങനെ വരുന്നു. അപ്പം എന്താണേലും അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇതാണ് വെയിറ്റിംഗ് ഷെഡ്. ഇവിടുന്ന് നേരെ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ താഴോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ പള്ളിക്കത്തോട്ടിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. റൈറ്റ് നേരെ പൊൻകുന്നം പോകാൻ പറ്റും. സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേങ്കിൽ പെർമിഷൻ ചോദിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. അപ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാം. പക്ഷേ പെർമിഷൻ ചോദിക്കാൻ ഒരു മടി, അതാണ് സത്യം. എന്തായാലും ഞാൻ പുറമേ ഉള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റൂൾസ് ആൻഡ് റെഗുലേഷനെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എന്നാലും എനിക്ക് അവിടുത്തെ പ്രിൻസിപ്പളിനെ നേരിട്ട് കാണാൻ പറ്റി, സംസാരിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മേഡമാണ്. അപ്പം ഞാൻ പള്ളിക്കത്തോട് ഭാഗത്തോട് വന്നിട്ടുണ്ട്. പള്ളിക്കത്തോട് ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പള്ളിക്കത്തോട് ടൗണൊക്കെ ഒന്ന് കാണാം. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊടുങ്ങൂരാണ് പോകുന്നത്. ഇത് പാലയാണ്. അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം പോകാൻ പറ്റും. നമുക്ക് ബസ് സ്റ്റാൻഡിന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് നേരെ പോകുന്ന ബൈപ്പാസാണ് കേട്ടോ. കോട്ടയം റൂട്ടിലോട്ട് പോകുന്ന ബൈപ്പാസാണ്. ഈ അമ്പലത്തിൽ കയറണോ? ഒന്ന് പോയിട്ട് വരാം അല്ലേ? നമ്മളിപ്പോൾ എൻട്രി ചെയ്തത് ബാക്ക് സൈഡിൽ കൂടെയാണ്. പക്ഷേങ്കിൽ നമ്മളത് ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവാണ്. അവിടെ ചെല്ലണം. ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രമാണിത്. പള്ളിക്കത്തോട്ടിൽ തന്നെയാണിത് കേട്ടോ. നമ്മൾ നേരെ വന്നിടത്ത് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോയാൽ പള്ളിക്കത്തോട് സ്റ്റാൻഡിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പള്ളിക്കത്തോട് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു വലിയ മരമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം തണലുണ്ട്. വണ്ടികളൊക്കെ അതിൻ്റെ താഴെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്.
ഇതാണ് പള്ളിക്കത്തോട് സ്റ്റാൻഡ്. ഞാനിവിടെ ഒരു സ്റ്റാച്യു പോലൊരു ഇത് കണ്ടു. അത് എന്താണെന്ന് അറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം ഇതെന്താണെന്ന് അറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ നമുക്ക് നേരെ വെളിയിലിറങ്ങാം. വെളിയിലിറങ്ങിയിട്ട് റൈറ്റ് കുറച്ച് പോകണം. അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടെന്നൊന്നും അറിയാമല്ലോ. അപ്പം നേരെ മുന്നോട്ട്. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. ഈ സൈഡിലോട്ട് ATM, ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആനിക്കാട് വില്ലേജ് ഓഫീസ്. ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോകാം. ആ കാണുന്ന ചെറിയൊരു സിറ്റി പോലെ കാണുന്നതേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി ഓഫീസ്. ഇത് നമ്മുടെ കൊടുങ്ങൂര് സൈഡിൻ്റെ എൻഡാണ്. ഇവിടെ ഒരു ചെറിയൊരു സിറ്റി പോലെ തന്നെ ഇവിടെ കാണാം. ഇനി നമുക്ക് നേരെ പള്ളിക്കത്തോട് സ്റ്റാൻഡിന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാം. ഇവിടെ ഒരു ബോർഡ് കണ്ടു. പാല നേരെ പോകാം, കൂരാലി നമുക്ക് റൈറ്റ് തിരിയണം, പാമ്പാടി കോട്ടയം ലെഫ്റ്റ് തിരിയണം. അപ്പം നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന് അറിയാം. ഇത് നമ്മൾ കയറിയ പള്ളിക്കത്തോട് സ്റ്റാൻഡ് തന്നെയാണ്. തിരിച്ചവിടെ വന്നതാണ്. നമുക്ക് നേരെ മുന്നോട്ട് പോകാം. ഇതാ കാണുന്നത് ഞാൻ പറഞ്ഞ ബൈപ്പാസ് എന്ന് പറഞ്ഞില്ല, ബൈപ്പാസ് കയറി വരുന്ന ബസ്സാണ്. അതായത് കോട്ടയം സൈഡിൽ നിന്ന് കയറി വരുന്നതാണ്. ഇതാണ് ആ ബൈപ്പാസ്. ഇവിടുന്ന് നമുക്ക് നേരെ കുറച്ച് മുന്നോട്ട് പോകാം. ഈ ബസ് ഇപ്പോൾ പോകുന്നത് കൂരാലി. അതായത് നമ്മളവിടെ ബോർഡ് കണ്ടില്ലായിരുന്നു, റൈറ്റ് പോകണമെങ്കിൽ കൂരാലി പോകാമെന്ന് പറഞ്ഞില്ല. അതായത് നമ്മൾ പള്ളിക്കത്തോട് ITIയുടെ അങ്ങോട്ടാണ്. ഇതാണ് ആ റൂട്ട്. നമ്മൾ വന്ന വഴിയാണിത് കേട്ടോ. ഈ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് നേരെ പോകുന്നത് കൂരാലി. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ കോട്ടയം, നേരെ പോയാൽ പാല. നമുക്ക് പാല സൈഡിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാം. ഇതാണ് പള്ളിക്കത്തോട് തിയേറ്റർ. ഒരു പുതിയതായിട്ട് വന്നൊരു തിയേറ്ററാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഇവിടെ ഈ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പള്ളിക്കത്തോട് ടൗണിൻ്റെ പാല സൈഡിലെ എൻഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ടൗണിലോട്ട് തന്നെ തിരിച്ചു പോകാം. നമുക്ക് ചെല്ലേണ്ടത് ഇത് അവിടെയാണ്. അവിടുന്ന് നമുക്ക് റൈറ്റ്, അതായത് ഇവിടുന്ന് വരുമ്പം ലെഫ്റ്റ്. ഇവിടുന്ന് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം പാമ്പാടി റൂട്ടാണ്. അപ്പം ഈ റൂട്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് നോക്കിയിട്ട് വരാം. അങ്ങ് ദൂരെ ഒരു കുരിശിത്തൊട്ടി കാണുന്നുണ്ട്. ഇത് പള്ളിക്കത്തോടിൻ്റെ കോട്ടയം പാമ്പാടി സൈഡ്. ഇതൊരു പുതിയ ബിൽഡിംഗ് അവിടെ വരുന്നുണ്ട്. നേരെ നമുക്ക് മുന്നോട്ട് പോകാം. മദർ തെരേസ പ്രൊവിഷൻ സ്റ്റോർ. ഇതാ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ കുരിശുംതൊട്ടി കാണുന്നത്. അപ്പം ഇവിടം വരെ ഉള്ളൂ. അതായത് കോട്ടയം പാമ്പാടി പള്ളിക്കത്തോടിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ളൂ, ടൗണിൻ്റെ സൈഡ്. ഇത് നമ്മൾ പറഞ്ഞ ബൈപ്പാസാണ്. ഇത് മുമ്പേ പറഞ്ഞ ബൈപ്പാസിൻ്റെ ഇപ്പുറത്തെ എൻഡാണ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ ഒരു കാഴ്ചയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബൈപ്പാസിലോട്ട് കയറാം. ബൈപ്പാസിൽ കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാം. മോഡേൺ ഡെൻ്റൽ ക്ലിനിക്ക്, അതൊരു ആശുപത്രിയാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങുകളുടെ ഒരു സൈഡാണ്. അതായത് ബൈപ്പാസിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്ന സൈഡാണ്. അതാണ് നമ്മൾ മെയിൻ ബസ് റൂട്ട്. സത്യം പറഞ്ഞാൽ ബൈപ്പാസ് കയറി വരുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഒരു വീബ്രേജ് മാത്രമേ ഉള്ളൂ. അവിടെ നല്ല ആളും തിരക്കുമാണ്. അതുകൊണ്ട് അത് ഞാൻ വീഡിയോ ആക്കിയില്ല. അപ്പം എൻഡിങ് പറയുന്നില്ല.